ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. മഞ്ഞപ്പടയെ പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയാണ് ബ്ലാസ്റ്റേഴ്സ് ആർമി. വെസ്റ്റ് ഗാലറിയിലാണ് അവർ ഉണ്ടാവാറുള്ളത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആർമിക്ക് ഈയിടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ നിന്നും വിമർശനങ്ങളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വന്നിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്നടങ്കം പ്രതിഷേധം നടത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആർമി അതിനോട് സഹകരിക്കുന്നില്ല. മറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനോട് സഹകരിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന രൂപത്തിലുള്ള വിമർശനങ്ങളായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത്. പ്രധാനമായും വിമർശകർ ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യം ഒന്ന്, താരങ്ങളുടെ വൈക്കിംഗ് ക്ലാപ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ വെച്ചുകൊണ്ട് കേക്ക് കട്ടിങ് നടത്തിയത് പല രൂപത്തിലും ചർച്ച ചെയ്യപ്പെട്ടു. ഏതായാലും ഈ വിമർശനങ്ങൾക്കുള്ള മറുപടിയായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആർമി വലിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: നീണ്ട 11 വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഫാൻ ക്ലബ്ബുകളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി. വെസ്റ്റ് ഗാലറിയിലും അല്ലാതെ ഇന്ത്യൻ ഫുട്ബോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധമായതും ഒപ്പം അനേകം സാമൂഹിക അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തനങ്ങളും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ക്ലബ്ബാണ് ഞങ്ങൾ. ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ എല്ലാം ഞങ്ങളുടെ അംഗങ്ങളുടെ നീണ്ട നാളത്തെ അധ്വാനവും കഷ്ടപ്പാടുകളുമുണ്ട്. എന്നാൽ ഈയിടെയായി സാമൂഹിക മാധ്യമങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിക്കെതിരെ തീർത്തും വാസ്തവ വിരുദ്ധമായ പല കമൻറ്റുകളും മോശം ക്യാമ്പയിനുകളും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ ഇറക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി മിക്ക സീസണുകളിലും ഞങ്ങളുടെ അംഗങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കും ഒപ്പം നടത്തിവരുന്ന ക്രിസ്മസ് സെലിബ്രേഷൻ ഇവൻറ്റിനോട് അനുബന്ധിച്ചുള്ള കേക്ക് കട്ടിങ് നടത്തിയതിനെതിരെ പല രൂപത്തിലുള്ള വിമർശനങ്ങളും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ ഈ ഒരു ഇവൻറ്റ് പൂർണ്ണമായും നമ്മുടെ ടീമിലെ താരങ്ങൾക്കും കോച്ചിങ് സ്റ്റാഫിനും വേണ്ടിയാണ് ഇപ്പോഴും ഇതിനു മുൻപും നടത്തിയിട്ടുള്ളത്. KBFC മാനേജ്മെൻറ്റിലെ ആരും തന്നെ ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുത്തിട്ടില്ല. ഏകദേശം സീസൺ തുടങ്ങിയതിന് ശേഷം ഒരു മാസം മുതൽ തന്നെ ഞങ്ങളുടെ ആർട്ട് വിങ് മെമ്പേഴ്സിനെ വെച്ച് ചാർട്ട് ചെയ്ത ഒരു ഇവൻ്റാണ് ഇത്. അതിനാൽ തന്നെ അത് നടത്താനുള്ള അനുമതി എല്ലാം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. പിന്നെ അതങ്ങനെ മാനേജ്മെൻറ്റിന് വേണ്ടി നടത്തിയ ഒരു പരിപാടിയായി മാറും. അതുപോലെ ഈ അടുത്ത് വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ടീമിൽ എത്തിയ പുതിയ വിദേശ താരത്തെ സ്വാഗതം ചെയ്തതിനെയും പലരും വിമർശിക്കുന്നത് കേട്ടു. ഞങ്ങളുടെ അംഗങ്ങൾ ഒരു താരത്തെ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഒരു മോശം കാര്യമാണോ? കഴിഞ്ഞ സീസണിലും ഈ സമയത്ത് എത്തിച്ചേർന്ന താരങ്ങൾക്കും ഇതുപോലെ വെൽക്കമിംഗ് പരിപാടികൾ ഞങ്ങൾ ചെയ്തിരുന്നു. ഇനി വരുന്ന താരങ്ങൾക്കും ഇത്തരത്തിലുള്ള വെൽക്കമിംഗ് പരിപാടികൾ ഞങ്ങൾ നടത്തുന്നതാണ്. എന്നാൽ മുൻ സീസണുകളിൽ ഞങ്ങൾ ചെയ്ത ഇത്തരം പ്രവർത്തികൾ കാണാത്തതായി നടിക്കുന്നവരും എന്തർത്ഥത്തിലാണ് ഇതൊരു മോശം പ്രവൃത്തിയായിക്കൊണ്ട് ചിത്രീകരിക്കുന്നത്? ഒരു ആരാധക സംഘടന എന്ന നിലയിൽ ഓരോ സംഘടനകൾക്കും അവരുടേതായ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകും. അത് ഒരാൾ ഒറ്റയ്ക്ക് എടുക്കുന്നതല്ല, ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ഒരുമിച്ച് ആലോചിച്ച് എടുക്കുന്നതാണ്. ആ തീരുമാനങ്ങളാണ് ഞങ്ങൾ എന്നും പിന്തുടർന്നിട്ടുള്ളത്. അല്ലാതെ മറ്റൊരു ആരാധക സംഘടനയുടെ തീരുമാനങ്ങളും ഞങ്ങളും പിന്തുടരണം എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. കാരണം ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതും ടീമിൻ്റെ നന്മയ്ക്ക് കൂടി വേണ്ടിയാണ്. ഇപ്പോൾ ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദ്യമേ തന്നെ ഞങ്ങൾ വ്യക്തമായും ഫാൻസിൻ്റെ ആവശ്യങ്ങളും ആശങ്കകളും മാനേജ്മെൻറ്റിനെ അറിയിച്ചതാണ്. അത് ഓൺലൈൻ ആയിക്കൊണ്ടും അറിയിച്ചിട്ടുണ്ട്, ഓഫ്ലൈൻ ആയിക്കൊണ്ടും അറിയിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി, മുൻ സീസണുകളിൽ നൽകിയ വാഗ്ദാനങ്ങളിൽ ചിലത് പാലിക്കുവാൻ സാധിക്കാത്തതിനാൽ ഇനിയുള്ള നമ്മുടെ വാഗ്ദാനങ്ങൾ അവരുടെ പ്രവൃത്തികളിലൂടെ പ്രാവർത്തികമാക്കാം എന്നായിരുന്നു അവരുടെ ഒരു മറുപടി. അതായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത്. ഈ നടപടികൾ പ്രാവർത്തികമാക്കും വരെ മാനേജ്മെൻറ്റ് വഴി ടിക്കറ്റ് സെയിൽ ചെയ്യാതെയും ചാൻഡുകൾ ചെയ്യാതെയും മുന്നോട്ട് പോകുവാനായിരുന്നു ഞങ്ങളുടെ താൽക്കാലിക തീരുമാനം. ഞങ്ങളുടെ ഈ ഒരു നടപടി മാനേജ്മെൻറ്റിലെ ഡിസിഷൻ ടേക്കിംഗ് അതോറിറ്റിയോട് മാത്രമാണ്. ഒരു ആരാധക സംഘടന എന്ന നിലയിൽ ടീമിലെ താരങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം. അതിന് കോട്ടം വരുന്നത് ഒന്നും തന്നെ ഞങ്ങൾ സ്റ്റേഡിയത്തിലും മാച്ചിൻ്റെ സമയത്തും പിന്തുടരുന്നതല്ല. ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന നൽകാൻ കാരണം പലരും കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിക്കെതിരെയും അവരുടെ അംഗങ്ങൾക്കെതിരെയും വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തി തെറ്റിദ്ധാരണ പരത്താൻ ശ്രമങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള ഒരു വലിയ വിശദീകരണ കുറിപ്പ്, അതല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്. ഏതായാലും സമീപകാലത്ത് ലഭിച്ച ആ ഒരു വിമർശനങ്ങൾക്ക് അവർ മറുപടി നൽകുകയാണ് ചെയ്തിട്ടുള്ളത്, അതല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നൽകുകയാണ് അവരിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം.